പ്രാന്തി കയറി തേങ്ങ ഉണ്ടോ നോക്കലൊക്കെ പരിപാടി ഇപ്പോൾ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മിററിൽ ഞങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യമുള്ളൊരു തെങ്ങ് നിൽക്കുന്നുണ്ട്. അതാണ് ഇച്ചോടെ കേട്ടിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങ കാണാൻ. ഹലോ ചങ്ങായിമാരെ, ഈ ദിവസങ്ങളിലൊക്കെ നല്ല മഴയാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇന്ന് ഇറങ്ങാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ഓടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആകൂടെ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെയാണ്. മടുപ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പോണ വഴി മൊത്തം കുഴിയും കാര്യങ്ങളുമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ പോണ വഴിക്ക് എല്ലായിടത്തും ഒരു അപകട സാധ്യതയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂ വീലറുകാരൊക്കെ ഫ്രണ്ടിലേക്ക് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ മഴയായിരുന്നു, നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതായത് ഭയങ്കര റിസ്ക്കാണ് ഇപ്പോഴത്തെ ഓടിക്കുന്ന സംഭവം. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓട്ടങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ മഴയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടം ഭയങ്കര ലാഗായി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ കാർ ഓടിക്കുന്നില്ല, നമുക്കൊരു ബസ് ഓടിച്ചു നോക്കാം, ഒരു ചെറിയൊരു ബസ്. അപ്പോൾ ഇന്ന് വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കണ കാരണം കൊണ്ട് വേറെ പണി എന്തെങ്കിലും പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് പോയി നോക്കാം. അപ്പോൾ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ കേട്ടാ. യെസ്, ഇപ്പം ഇവിടെയാണ് നമ്മളെ വണ്ടി കിടക്കണേന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ എവിടെയായിട്ടാണ് കിടക്കണേന്നൊരു എടുത്തില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ആ ഓക്കേ, ഇവിടെ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്നത് ഈ ഒരു ചെറിയൊരു വണ്ടിയാണ് നമ്മൾ ഇന്ന് ഓടിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പോവാണ്. അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു വണ്ടി കാറ് നമുക്ക് എവിടെയെങ്കിലും അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഒതുക്കിയിടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വണ്ടി നമുക്ക് എടുത്തിട്ട് പോവാം. ഓക്കെ, ഇതുപോലെ ചെറിയ ബസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ മെയിനായിട്ട് സ്കൂൾ ട്രിപ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കല്യാണോട്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇതുപോലുള്ള വണ്ടികളൊക്കെ ഒരുപാട് ഇവിടെ വരണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും ലോങ് വണ്ടികൾ തമിഴന്മാരൊക്കെയാണ് കൂടുതലായിട്ട് ഇതുപോലെയുള്ള വണ്ടികൾ ലോങ് ഓടിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ചെറിയ ചെറിയ ട്രിപ്പുകൾ ഓൾ കേരള ടൈപ്പൊക്കെ ആയിരിക്കും. ചില പുറത്തുനിന്ന് പോകുന്ന വണ്ടികളൊക്കെ ഉണ്ടാവും, എനിക്കറിയത്തില്ല. നിങ്ങൾ ഞങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്തോട്ട് നമുക്ക് കയറി. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ താക്കോല് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞോണ്ട. താക്കോല് നമുക്ക് കിട്ടിയുണ്ട്. അപ്പം നമ്മൾ ഇതുകൊണ്ട് ട്രിപ്പ് എടുക്കാൻ പോവാണ്. ഇവിടെ നിന്നല്ല ആളുകളെ കയറ്റാൻ പോകുന്നത്, വേറൊരു ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനിലോട്ട് നമ്മൾ ആളെ കയറ്റാൻ പോകുന്നത്. അവിടെ നിന്ന് ആളുകൾ കൊണ്ടിട്ട് കുറച്ചൊരു അപ്പുറത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക. അവരതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് റിട്ടേൺ കൊണ്ട് ആക്കാം. അപ്പം അതിന് തന്നെ നമ്മൾ പോകണം. ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിയാണ്ട് ഓടിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചു. എവിടെ അടുപ്പിടിത്തോടെ ആർക്കിന്റെ സൈഡിൽ കൊണ്ടുള്ള ലെഫ്റ്റില്ല. നമുക്ക് ഊബറിന്റെ പോലെ അങ്ങനെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് കൊണ്ട് നമ്മളിങ്ങനെ ചോദിച്ചു പിന്നെ എല്ലായിടത്തും ഹോൺ അടിക്കാം. ചെറിയൊരു വഴിക്കാണ് നമ്മൾ കയറി പോകുന്നത്. അതായത് അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇതുപോലുള്ള വണ്ടികൾ നമ്മൾ ഓടിക്കുമ്പോൾ മാക്സിമം നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. കാരണം ഇതിനകത്ത് ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് സ്പോട്ട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ബാക്കിൽ വന്ന വണ്ടികൾക്ക് നമുക്ക് കാര്യമായിട്ട് ഏതൊക്കെ വഴിക്ക് വണ്ടികൾ കയറി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
അപ്പോൾ ആ റോഡ് കയറി വരുമ്പോൾ തന്നെ നമ്മളിങ്ങോട്ട് തിരിയണമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മേളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ല ഹൈറ്റ് ഉള്ള കാരണം നമ്മുടെ കൊമ്പും ജില്ലയൊക്കെ ഉണ്ടാവും. അപ്പോൾ കാറൊക്കെ ഓടിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ താഴെ തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. മേളിലേക്ക് കാര്യമായിട്ടൊരു ഫോക്കസിങ് കാര്യങ്ങളും ഉണ്ടാവില്ല, കാരണം അത്ര ഹൈറ്റ് കുറഞ്ഞ വണ്ടി ആയിരുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള വണ്ടികൾ ഓടിക്കുമ്പോൾ മേളിലും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യാം. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മേളിൽ കൊമ്പൻ ജില്ലയും മരമൊക്കെ നിങ്ങൾക്ക് ചാഞ്ഞ റോഡിലേക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മേളിലൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ റൂഫൊക്കെ മരം എടുത്തുകൊണ്ട് പോകും. വലിയ നടപ്പള്ളിയിലൂടെ ഇടുകയില്ല. അവിടെ ഒരു കപ്പയുണ്ടല്ലേ, ആ ചേച്ചി അവിടെ നിന്നവരോടൊക്കെ വഴി ചോദിച്ചു പോകാൻ പറ്റി. പിന്നെ എല്ലായിടത്തും ഇതുപോലെ വഴി ചോദിക്കാൻ ആൾക്കാരുള്ളവരുടെ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വഴി ചോദിച്ച് പോകാം. ഈ വണ്ടിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാറിലൊക്കെ നമ്മൾ 5 ഗിയറിട്ടായിരിക്കും ഓടിക്കുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് 4 ഗിയറുള്ളൂ. പിന്നെ ഒരു 60 കിലോമീറ്റർ സ്പീഡിലേക്ക് ആയിരിക്കും നമ്മൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാം. 60 കിലോമീറ്റർ വേണ്ട, നമുക്ക് അവരോട് പറ്റുന്ന സ്പീഡിൽ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള രീതിയാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. അതാണ് സേഫ് ആയിട്ടുള്ള കാര്യം. അത് ഏതൊരു വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അത് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. വന്ന് വെച്ചിട്ട് കയറി തിരിക്കണം വണ്ടി. ഇനിയിപ്പോൾ തിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കാര്യം. വലിയ വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലൊരു പണിയൊക്കെ കിട്ടിയല്ലോ. കാരണം ഇച്ചിരി കയറിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിക്കാനായിട്ട് ഇച്ചിരി സ്ഥലം ഗ്യാപ്പ് നോക്കി നമ്മൾ പോകണം. ചെറിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഇടുങ്ങി വഴിക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അവസ്ഥ എന്ന് എനിക്കെല്ലാം അറിയാൻ പാടില്ല. എൻ്റെ ദൈവമേ, ലക്ഷിലേക്കുള്ള വഴിയാണ് അവർ പറയുന്നത്. ട്രാൻസ്ഫോമർ എടുക്കുന്ന ഈ ലക്ഷിലേക്കുള്ള വഴി ഫ്രണ്ട് തന്നെ പോരെന്നൊക്കെ പറയുന്നത്. തിരിക്കാനൊക്കെ കിട്ടുമോ ദൈവത്തിന് അറിയാം. അല്ലെങ്കിൽ റിവേഴ്സ് തന്നെ പോരേണ്ടി വരും. ഞാൻ പെട്ടുപോകുന്ന തോന്നുന്നത്. നേരെ അങ്ങോട്ടാ വീടാണ്ടാ, റൈറ്റ് വീടാ. അവിടെ നേരെ പോയി റൈറ്റ് സൈഡ് പോകാൻ പറ്റുമോ? ഇവിടെ നിന്ന് റൈറ്റ് ലൈൻ പോയാൽ മതിയാ. ബൈക്കൊന്നും പറ്റും, ബൈക്ക് ഇവിടെ തിരിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. പോയോക്കാ.
ഓടിക്കുമ്പോഴും ആളുകൾ പുറത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും വണ്ടി പോകും അതാ ഇതാണെന്ന്. പക്ഷെ നമ്മൾ ഓടിക്കുന്ന ആളുകൾക്ക് കോൺഫിഡന്റ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും വണ്ടി സ്മൂത്തായിട്ട് എടുത്ത് പോകരുത്. കാണുന്ന ആളുകൾ പലതും പറയും പോകും മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഇരിക്കുന്നത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പലയിടത്തും തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവിടെ റൈറ്റിലേക്ക് തിരിക്കാൻ നിന്നപ്പോഴാണ് ഇവിടെ മാലാകുഞ്ഞിനെ പോലെ ഒരു ചേട്ടൻ മേളിൽ നിന്ന് പറന്നിറങ്ങി വന്നത്. സോറി, ടെറസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. ഇതിപ്പോ ജ്യൂസുകൾ കുടിക്കുന്നത് ആളന്മാരെ വെച്ചിട്ടോ സ്റ്റിയറിംഗൊക്കെ മറ്റേ കാറ് പോലെയല്ല. നമ്മള് ഓടിക്കുമ്പോ കാര്യം ഞാൻ എനിക്ക് മുമ്പ് കുറേ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓടിക്കുമ്പോ നല്ല സ്മൂത്തായിട്ട് അങ്ങനെ തിരിഞ്ഞു പോരില്ല. നമ്മൾ ഒരുപാട് ഒരു മനുഷ്യന്റെ. അത് മാത്രമല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോ ബാക്കിൽ ഇത്തിരി സൈഡ് കയറി നിൽക്കുന്ന കാരണം കൊണ്ട് ശ്രദ്ധിച്ചിരിച്ചില്ലാന്നുണ്ടെങ്കിൽ ബാക്കൊക്കെ അങ്ങോട്ട് തട്ടും. നമ്മൾ കാണൂല. നമ്മൾ പ്രൈവറ്റ് ബസ്സൊക്കെ നമ്മൾ കൊച്ചി സിറ്റിയിൽ തന്നെ മെട്രോന്റെ ആ അടിയിൽ ആ പില്ലറിലൊക്കെ എത്ര പ്രാവശ്യം തട്ടിയിട്ടുണ്ടെന്ന് പറയും. ഇവന്മാർ അറിയ പോലുമില്ല. അത്രയും ഫാസ്റ്റായിട്ട് ഓടിക്കുന്ന കാരണം കൊണ്ടാണ് അത് ഒരു ശ്രദ്ധ ചെയ്യാതെ ഓടിക്കുന്ന കാരണമാണ് തട്ടുന്നത്. ശ്രദ്ധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂലൊക്കെ പോകും. എന്റെ പൊന്നെ, റേസ് എടുക്കാൻ പറയുന്നുണ്ട്. ലെഫ്റ്റിനോണ്ട് റൈറ്റ് റൈറ്റ് വരിക. അറിയാം ഇവിടുന്ന് എങ്ങനെ കൊണ്ടുവരുന്ന വിളി. ആ ഫോട്ടോ എടുക്കണ
അപ്പൊ എല്ലാ ആൾക്കാരും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി വണ്ടി നമുക്ക് തിരിച്ച് അവർ വിളിക്കുമ്പോൾ തിരിച്ച് വരാൻ പാകത്തിന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിക്കണം. തിരിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിയുമ്പോൾ അവനെ വിളിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളെ കയറ്റാൻ വേണ്ടിയിട്ട് പോയാൽ മതി. ഇവിടെയൊക്കെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. അപ്പം നമ്മൾ നൈസായിട്ട് ഇവിടെ സൈഡിൽ കൊണ്ട് ഒതുക്കി എടുത്തേക്കുക. ഇനി പാർക്കിങ്ങിൻ്റെ ആൾക്കാരൊന്നും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം അവർ ഇത്രയും പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ പിടിച്ചിട്ടൊന്നും ഇവിടെ വണ്ടി ഒതുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ കയറ്റേണ്ടി വരും. അതാണ് മെയിൻ ഒരു പ്രശ്നം. നമ്മൾ എവിടെ കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാലും മെയിനുള്ളൊരു പ്രശ്നം ഇത് തന്നെയാണ്. നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് വണ്ടി ഇട്ട് കഴിയുമ്പോൾ അവിടെ ആളുകളൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒതുക്കാൻ പറ്റത്തില്ല, അവർ പറഞ്ഞ സ്ഥലത്ത് ഒതുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെങ്ങവേറെ അപ്പം ഇപ്പോൾ കോള് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് തിരിച്ച് പോവാണ്. അവരെ കയറ്റി വെച്ച് നമ്മൾ റിട്ടേൺ നമ്മൾ കയറ്റി എവിടെയാണോ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഇറക്കിയ ഫിനിഷ് കഴിഞ്ഞ്. അപ്പം നമ്മൾ ഇവിടെ നൈസായിട്ട് നമുക്ക് തിരിച്ചിട്ട് വേണം പോകാനായിട്ട്. വണ്ടി നമ്മൾ തിരിച്ചിട്ടില്ല, തിരിക്കാതെ തന്നെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വണ്ടി തിരിക്കാം. ഗ്രൗണ്ടുള്ള കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നൈസായിട്ട് കൂടെ തിരിച്ചു പോകാൻ പറ്റും. എന്നാലും ഉള്ളേരിയിലേക്കാണെന്നാണ് നമ്മൾ പെട്ടുപോകുന്നത്. വലിയ വണ്ടികൾക്കൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ തട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ആളെ കയറ്റാൻ വേണ്ടി പോകണം. ഇപ്പോൾ നിങ്ങളിവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ അവിടെ ഒന്ന് കച്ചവടം ചെയ്യണം കാണാൻ പറ്റും. ഇത് റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു വണ്ടി ഒതുക്കിയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ വളവത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാർ ഒതുക്കിയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ഓക്കെ. അവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ കാണാൻ പറ്റും. സെക്യൂരിറ്റിക്കാരൻ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ് നമ്മുടെ വണ്ടി അവിടെ നിന്ന് നിർത്താൻ പാടില്ല. ഈ കാണുന്ന ആളുകളൊക്കെ നമ്മുടെ വണ്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തുപിടിക്കാൻ വേണ്ടിയിട്ട് നട റോഡിൽ ഒരു പണിയിൽ കണ്ടു നിൽക്കണ കുറേ CCTVകളുണ്ടാവും. പിന്നെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞേക്കാണ്. നമുക്കിനി വണ്ടി തിരിച്ചുകൊണ്ട് അവിടെ കിടന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് തിരിച്ചുകൊണ്ട് ഇടാം. ട്രിപ്പ് എങ്ങനെയുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്മൂത്തായിട്ടൊക്കെ തന്നെ പോയി. പിന്നെ വലിയ വണ്ടി ഇതുപോലെ ഇങ്ങനെ ആദ്യമൊക്കെയായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കരുത്. മറ്റുള്ളവർ പുറത്തേക്കണവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല അഭിപ്രായങ്ങളും പറയും. കാരണം ഇപ്പം നേരത്തെ നമ്മൾ വണ്ടി അവിടെ ഒരുപാട് വീതിയില്ലാത്ത വഴിയാണ്. വണ്ടി ഒതുക്കിയെടുത്തുന്ന നേരത്തെ അവിടെ സെക്യൂരിറ്റിക്കാരെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. വണ്ടി ഒതുക്കി നിർത്തുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി കയറാൻ വരുന്ന ആൾക്കാർക്ക് 1 കിലോമീറ്റർ നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാക്സിമം ഒതുക്കിയെടുത്തിട്ട് വണ്ടി മാക്സിമം മറ്റുള്ള വണ്ടികൾക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ ഒതുക്കിയെടുത്തിട്ട് വണ്ടി ആളുകൾ എടുക്കാം. അതേ പറ്റത്തുള്ളൂ. അതല്ലാതെ എല്ലാവരുടെ അഭിപ്രായം കേട്ടിച്ച് വണ്ടി ഒതുക്കാനൊക്കെ നിന്നുണ്ടെങ്കിൽ ആ ഒതുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്ഥലം തട്ടി കിടക്കേണ്ടി വരും. ഇത്രയും വലിയ വണ്ടിയല്ലേ, ഇതിനേക്കാളും വലിയ വണ്ടികളൊക്കെ ഇതോടെ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ടെൻഷൻ അടിക്കാതെ ശ്രദ്ധിക്കുക. വലിയ വണ്ടി ഓടിക്കുമ്പോൾ, വലിയ വണ്ടി എന്നല്ല ഏതൊരു വണ്ടി ഓടിക്കുമ്പോഴും ടെൻഷൻ മാക്സിമം പറയാം. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആപത്തുണ്ടാക്കിയുള്ളൂ. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും ആപത്തുണ്ടാകും. അപ്പോൾ നമ്മുടെ ഓൺലൈനിലുള്ള പിള്ളേരൊക്കെ
ഊബർ ഓടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ള പിള്ളേരെയൊക്കെ, ഡ്രൈവിങ്ങിനോട് താല്പര്യമുള്ള പിള്ളേരെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വണ്ടികളൊക്കെ ഓടിച്ച് പഠിക്കുക, ഹെവി എടുക്കുക. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഉണ്ട്. പല പിള്ളേരും ഇന്ത്യ ഫുള്ളായിട്ട് കറക്കാനൊക്കെ ആളുകളുണ്ട്. പിന്നെ ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമില്ല, പുറത്തു പോകാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഓപ്പർച്യൂണിറ്റികളൊക്കെ എല്ലായിടത്തും വരാറുണ്ട്. നമ്മുടെ കയ്യിൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലൊക്കെ അറിയിക്കും കേട്ടാ. ഇപ്പോൾ ഗ്രൂപ്പിൽ കയറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പൊ ലിങ്ക് കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ അല്ല സോറി, താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുവഴിയൊക്കെ കയറാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലോട്ട് വണ്ടി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ വഴിയാണ്, എല്ലായിടത്തും ബൈക്കുകാരങ്ങ് ചീറിപ്പാഞ്ഞു വരിക. അതാരുകൊണ്ട് എല്ലായിടത്തും ഓടടിച്ചിട്ട് നോക്കി എടുത്തുകൊണ്ട് പോയില്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ബാക്ക് വീൽ എപ്പോഴും എവിടെ വരണമെന്നുള്ള ഒരു കൺട്രോളിങ് നമ്മുടെ ഉള്ളിനുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം തട്ടാതെ മൂവ് ആവാനുള്ള ചാൻസ് നമുക്ക് കിട്ടുന്നതാണ്. എല്ലാവരും ഈ വണ്ടി ഓടിക്കില്ല എന്നറിയാം, പക്ഷെ നമ്മൾ അങ്ങനെ ഓടിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ജസ്റ്റ് ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു എന്താ കിലോമീറ്ററൊന്നും കറക്റ്റായിട്ടുള്ള ക്യാഷും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് എല്ലാവരും പരാതി. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റികൾ വേറെ ഉണ്ട് എന്നുള്ള ജസ്റ്റ് ഞാനൊന്ന് അറിയിക്കുകയാണ്. നമുക്ക് വേറെയും ഒരുപാട് വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരെണ്ണമൊക്കെ എവിടെന്നെങ്കിലൊക്കെ എടുത്തങ്ങ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജീവിക്കാനുള്ള വകയൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. നമുക്കൊരു വഴി അടഞ്ഞാൽ അപ്പുറത്തെ വേറെ വഴി തുറന്നിറക്കണം, ധൈര്യമായിട്ട് ചവിട്ടി പിടിച്ചങ്ങ് കയറുക. അല്ലാതെ ഇതിനകത്തൊന്നും വേറെ ഒരാൾക്കും കോംപ്രമൈസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ലൊക്കേഷനിലോട്ട് എത്താൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താനായി. നമ്മുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് ആ കാർ എടുത്തിട്ട് നൈസായിട്ട് പോവാം. അപ്പൊ നമ്മൾ വണ്ടി എങ്ങനെ കിടന്നിരുന്നത് അതുപോലെ തന്നെ ഒതുക്കാൻ കിട്ടേക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. വലിയ ഗ്രൗണ്ടൊക്കെയാണ്, അതാരണ്ട് ഒതുക്കണേനൊന്നും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ ഓക്കെ ലൊക്കേഷൻ എത്താനായി. ഈ ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ വണ്ടി ഒതുക്കിയിട്ടിരിക്കുന്നത്. ആ കിടക്കുന്നത് നമ്മുടെ കാറ്. വണ്ടികൾ ഒതുക്കിയിടുക, നമ്മൾ കാറെടുത്ത് നമ്മുടെ വഴിക്ക് പോവാം. ഓക്കെ ദാറ്റ്സ് ഓൾ. രണ്ട് മിറർ അപ്പുറം സൈഡിലുള്ള കാരണം കൊണ്ട് മാക്സിമം ബ്ലൈൻഡ് സ്പോട്ടൊക്കെ ഒതുങ്ങി പോകും. നമുക്ക് റിവേഴ്സ് എടുത്ത് കയറ്റിട്ടിട്ട് നമുക്ക് അങ്ങ് മറ്റേ വണ്ടി എടുത്തിട്ട് പോയാൽ മതി. വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ ഫോർമാലിറ്റീസ്. ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്, അതാണ് ഇച്ചോടെ കേട്ടിടാ, അല്ലെങ്കിൽ ചിലപ്പോ തേങ്ങ കാലം. കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ ഈ തെങ്ങും തേങ്ങ അങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു അനലൈസേഷൻ എല്ലാവിധ വണ്ടികളും ഓടിക്കുമ്പോൾ വേണം. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഇതുപോലെ അപകടം ഉണ്ടാവും. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് വേറെ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു തേങ്ങ വേണം പണി കാണും. അത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരു അനലൈസേഷനൊക്കെ എല്ലാവർക്കും വേണം. തെങ്ങില് പിന്നെ കാര്യമായ തേങ്ങയും കാര്യങ്ങളൊന്നും കാണത്തില്ല, അതാരൊരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് മോനെ ഒന്നും പറയണ്ട. നമ്മൾ ഫുള്ള് ഇങ്ങനെ ഇരുന്ന് കുലുങ്ങി സാലിട്ട് ആട്ടി അതിൻ്റെ ഉപ്പാടുള്ളത്. പിന്നെ റേസിങ് കാര്യങ്ങളൊന്നുമില്ല, കാരണം ചെറുതായിട്ട് നമ്മളൊന്ന് വേർക്കും. പിന്നെ ഇന്നിപ്പോൾ ഇത്രയും മഴയൊക്കെ ഉള്ളായതുകൊണ്ട്, അല്ലാതെ വെയിലൊക്കെ ആയിരുന്നെങ്കിൽ കാണാറുണ്ട്, നമ്മുടെ വെട്ടി വേർക്കണമെന്ന് കാണാമായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മിററിലാണെങ്കിൽ നമ്മൾ ബാക്കായിട്ട് കാണുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, നമുക്കൊന്നും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. കാര്യം ബാക്ക് വീലിങ് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ ക്യാമറ ഇങ്ങനെ പുറത്തേക്ക് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണം. ഇത്രയും ഭാഗത്തേക്ക് നമ്മുടെ തല അങ്ങോട്ട് എത്തുള്ളൂ ഈ വണ്ടിയുടെ അകത്ത് നിന്നാലും. പിന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഇത്രയാണ് കറക്റ്റ് ഡ്രൈവിങ്. നമ്മൾ തല പുറത്തേക്ക് ഇട്ടുകയാണെങ്കിൽ ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ബാക്കിൽ അങ്ങേയറ്റത്തേക്കൊന്നും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇനി നമ്മൾ ഈ സൈഡിൽ നോക്കിയാണ് കണ്ട ഈ ഒരു ലെവലിലേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ ബ്ലൈൻഡ് സ്പോട്ടാണ്. കണ്ട ഇതിപ്പോൾ പലരും ആലോചിക്കുന്ന കാര്യം. പിന്നെ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഓടിക്കുന്നതാണ്, അന്ന് പോടാ എന്നൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. പക്ഷെ അതല്ല,
നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുന്ന ആളുകളെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. വേറെ അങ്ങനെ വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ നമുക്കിനി വീട്ടിലേക്ക് പോവാം. വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. വണ്ടി ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യണം, വണ്ടി വീട്ടിലേക്ക് പോകും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒതുക്കി നമ്മൾ നിർത്തിയിരിക്കുന്നത്. പിന്നെ ഈ വലിയ വണ്ടി ഒതുക്കുമ്പോൾ അത്ര നമ്മൾ കാർ ഒതുക്കുന്ന പോലെ അത്ര അങ്ങ് ചേർത്തൊന്നും ഒതുക്കരുത്. ഇപ്പം നമ്മുടെ ഇവിടെ തെങ്ങുണ്ട്, അതായത് പണി കിട്ടുന്ന സംശയമുണ്ട്. തേങ്ങയൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കുമ്പോൾ എല്ലാം വണ്ടി പറമ്പ് ചെയ്ത് തേങ്ങ ഉണ്ടോ നോക്കലേക്ക് പരിപാടി. ജസ്റ്റ് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ പോവില്ല, ഇവിടെ കിടക്കും. പിന്നെ ഇറക്കത്തിലാണ് കിടക്കുന്നത്. ജസ്റ്റ് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഊട് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വണ്ടി ഇറങ്ങില്ല. ഇവിടെ തക്കട് മോൻ്റെ എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. ലോക്കാണല്ലോ.